നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വീട്ടിൽ നിത്യവും നിലവിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുന്നവരാണ്. നിലവിളക്ക് നിത്യവും തെളിയിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ലക്ഷ്മീവാസവും ഐശ്വര്യവും വന്നു ചേരുമെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണ്. നിലവിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചന്ദനത്തിരി, സാമ്പ്രാണിത്തിരി മുതലായവ പുകയ്ക്കാറുമുണ്ട്. ഇതിനോടൊപ്പം നാം ഒരു കിണ്ടിയിൽ ജലം പകർന്നു വെക്കാറുണ്ട്. നിലവിളക്ക് തെളിയിക്കുന്നത് പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ആ നിലവിളക്ക് തെളിയിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ കിണ്ടിയിൽ ജലം വയ്ക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പല വീടുകളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പൂജാമുറി തൊട്ട് തന്നെ ആ ഒരു പ്രശ്നങ്ങൾ കാണാറുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ചില പൂജാമുറിയിലൊക്കെ പൊട്ടിയ വിഗ്രഹങ്ങൾ, തുളവീണ എണ്ണ കിണിയുന്ന വിളക്കുകൾ, അതുപോലെ ഒരിക്കലും പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില ദൈവീക ചിത്രങ്ങൾ, ചില ചക്രങ്ങൾ, ചില നിർമാല്യ വസ്തുക്കൾ മുതലായവയൊക്കെ കാണാറുണ്ട്. പലപ്പോഴും ഞാൻ കാണുന്ന തെറ്റായ സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ കിണ്ടി വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ചിലരൊക്കെ കിണ്ടി വിളക്കിന്റെ വലതുഭാഗത്തായിട്ട് വയ്ക്കാറുണ്ട്. ഇനി ചിലരാകട്ടെ ഇടതുഭാഗത്ത് വയ്ക്കും. ചിലര് വിളക്കിന് നേർക്കായിരിക്കും വെക്കുന്നത്. ചിലര് കിണ്ടിയിൽ പൂവിട്ട് വയ്ക്കാറുണ്ട്. ചിലരാകട്ടെ കിണ്ടിയിലെ വാലില് ചന്ദനത്തിരി തിരികെ വയ്ക്കും. ചിലര് അവിടെ പൂവായിരിക്കും തിരികെ വയ്ക്കുന്നത്. ഇതൊക്കെ അലങ്കാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്കിടയിലും ഉണ്ടാകും അല്ലെ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കിണ്ടിയെ കുറിച്ചാണ്. കിണ്ടി സൂക്ഷിക്കേണ്ട സ്ഥാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കിണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ദോഷങ്ങൾ കൊണ്ടുതരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പുണ്യത്തെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിൽ ഇടത് കിണ്ടി, വലത് കിണ്ടി എന്നിങ്ങനെ രണ്ട് കിണ്ടികളാണ് പൊതുവിൽ ഉപയോഗിക്കുന്നത്. ഇടത് കിണ്ടി നിർമാല്യ ശുദ്ധിക്കായിട്ടും വലത് കിണ്ടി ദേവതാ പൂജയ്ക്കായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഇനി ചെറിയൊരു വെള്ളിക്കിണ്ടി ഉണ്ടാകും. അത് പവിത്ര കിണ്ടി എന്ന രീതിയിലാണ് ഉപയോഗിക്കാറുള്ളത്. ഇത് ഉപയോഗിക്കുന്നത് ഗായത്രി ജപത്തിന് വേണ്ടിയിട്ടും മറ്റ് ദേവതാ ജപങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ്. ഇനി തീർത്ഥക്കിണ്ടി എന്നുള്ള നാലാമത്തെ ഒരു കിണ്ടിയുണ്ട്. ഇത് ചിലയിടത്തൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ഭക്തജനങ്ങൾക്ക് തീർത്ഥം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സാധാരണ നമ്മൾ വീടുകളിൽ പൊതുവെ ഒരു കിണ്ടിയാണ് പൂജാമുറിയിൽ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് പൂമുഖത്ത് കാല് കഴുകാനായിട്ട് ഒരു വാൽക്കിണ്ടി ഉപയോഗിച്ചിരുന്നു. ചിലരൊക്കെ അത് കണ്ടിട്ടുണ്ടാകും. ഇപ്പോഴും തറവാടുകളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ട് സാധിക്കും. ഇനി ഡയറക്റ്റ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും സിനിമയിലൊക്കെ നമ്മൾ കാണുന്നതാണ് അല്ലെ? അതൊരു ചടങ്ങായിട്ട് വെക്കുന്ന വീടുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂജാമുറിയിൽ ഉപയോഗിക്കുന്ന കിണ്ടിയുടെ സ്ഥാനം എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വലത് കൈവരുന്ന ഭാഗത്താണ് നമ്മൾ കിണ്ടി വയ്ക്കേണ്ടത്. അതായത് വലതുവശത്തായിട്ടാണ് കിണ്ടിയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കിണ്ടിയുടെ വാൽഭാഗം എപ്പോഴും കിഴക്കോട്ട് തന്നെ ആയിരിക്കുകയും വേണം. ചിലര് ഈ കിണ്ടി വലതുഭാഗത്ത് വെച്ചിരിക്കും. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വലതു കൈ വരുന്ന ഭാഗത്തായിരിക്കും കിണ്ടി വച്ചിരിക്കുന്നത്. പക്ഷെ കിണ്ടിയുടെ വാല് നമുക്ക് നേരെ തിരിച്ചു വച്ചിരിക്കുന്നത് കാണാം. ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ. വിളക്ക് വയ്ക്കുന്ന സമയത്ത് വിളക്കിന്റെ വലതുഭാഗത്തായിട്ട് കിണ്ടി വയ്ക്കണം, അതും കിഴക്കോട്ട് വാല് വരുന്ന രീതിയിൽ. ഇതാണ് ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകളും രണ്ട് തിരിയാണ് ഇടാറുള്ളത്. ഒരു തിരി കിഴക്കോട്ടേക്കും ഒരു തിരി പടിഞ്ഞാറോട്ടേക്കായിരിക്കും ഇടാറുള്ളത്. വീട്ടിലെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് പൊതുവെ ഈ ഒരു കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി ചില വീടുകളിൽ 5 തിരിയുള്ള രീതിയുമുണ്ട്. അത്
നമ്മളങ്ങനെ നിത്യപൂജകളിൽ പൂജാമുറിയിൽ ചെയ്യുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. സാധാരണ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 2 തിരിയാണ്. അപ്പോൾ ആ വിളക്ക് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ വലതുവശത്തായിട്ട് നമ്മൾ കിണ്ടി വയ്ക്കുക. കിണ്ടിയുടെ ഈ ഒരു സവിശേഷമായിട്ടുള്ള രൂപമുണ്ടല്ലോ, രൂപത്തിന് പ്രപഞ്ചത്തിലെ ഈശ്വരീയമായ തത്വങ്ങളെ സ്വയമേ തന്നിലേക്ക് ആഗിരണം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളതാണ്. സ്വയമേ മന്ത്രമുരുവിടുന്ന 2 പൂജാവസ്തുക്കൾ എന്ന് പറയുന്നത് ഒന്ന് കിണ്ടിയും മറ്റൊന്ന് ശംഖുമാണെന്നാണ് പറയുന്നത്. അതിനുള്ള കാരണം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പൂജയ്ക്കും മറ്റുമൊക്കെ ആയിട്ട് കിണ്ടിയിലും ശംഖിലുമൊക്കെ വെള്ളം എടുത്തു വയ്ക്കാറുണ്ട്. പൂജാ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും നമ്മൾ മലർത്തി വയ്ക്കാനായിട്ട് പാടില്ല. ഇത് കമഴ്ത്തിയേ വയ്ക്കാവൂ. അങ്ങനെ ഒരു ശാസ്ത്രവും കൂടെ ഉണ്ട് കേട്ടോ. ഈ കിണ്ടിയുടെ ആ ഒരു നാമ്പ് അല്ലെങ്കിൽ അതിൻ്റെ നാളം എന്ന് പറയുന്നത് ഊർജധാര കേന്ദ്രമാണ്. ഇതിൽ ഒരിക്കലും ധൂപപ്രതീകമായ സാമ്പ്രാണിത്തിരി കത്തിച്ച് വയ്ക്കരുത്. അങ്ങനെയൊന്നും ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പാടില്ല. ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വരുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് ചെയ്യാതിരിക്കുക. അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഊർജത്തിന്റെ പ്രസരണത്തെ ഇത് തടയുന്നതുമായിരിക്കും. അതുപോലെ തന്നെ കിണ്ടിയിൽ നിന്നും പകരുന്ന ജലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നമ്മൾ മറ്റേതെങ്കിലും ഒരു പാത്രത്തിൽ നിന്ന് ഒരാളുടെ കയ്യിലേക്ക് ജലം പകർന്നു കൊടുക്കുകയാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ആ പകർന്നു കൊടുക്കുന്ന ജലം എന്ന് പറയുന്നത് ആ ഒരു പാത്രത്തിന്റെ മുകൾ പരപ്പിലുള്ള ജലമായിരിക്കും. പക്ഷെ കിണ്ടിയിൽ നിന്നുള്ള തീർത്ഥം അങ്ങനെയല്ല. അത് അടിയിൽ നിന്നുള്ള ജലത്തെ അഥവാ അന്തസത്തയെയാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. നമ്മൾ കിണ്ടിയിൽ ജലം വയ്ക്കുമ്പോൾ ഒരു തുളസിക്കതിര് അതിൽ ഭക്തിയോടെ ആ ജലത്തിൽ സമർപ്പിക്കണം. ഈ തുളസിക്കതിർ എന്ന് പറയുന്നത് വിഷ്ണു പ്രതീകമായിട്ടാണ് കരുതപ്പെടുന്നത്. മഹാലക്ഷ്മി ദേവി ജലത്തിൽ ആഗമനം ചെയ്യാൻ ഇത് കാരണമായി തീരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ തെറ്റിപ്പൂക്കൾ കൂടി നിക്ഷേപിക്കാറുണ്ട്. ഇത് ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തുളസിയിലെയും തെറ്റിപ്പൂക്കളും വാഴനാരും കൊണ്ട് ചുവടുഭാഗം കെട്ടിയിട്ടാൽ അത് പ്രാർത്ഥനാ വേളയിൽ ഐശ്വര്യലക്ഷ്മിയുടെ പ്രത്യക്ഷ സ്ഥാനം നൽകുമെന്നാണ് വിശ്വാസം. ഇങ്ങനെ നിങ്ങൾ കിണ്ടിയിൽ ജലം വെച്ച് തുളസിയിലെയും പൂക്കളും അർപ്പിച്ച് നിങ്ങളുടെ ഇഷ്ടമന്ത്രങ്ങളും ധ്യാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഇത് വയ്ക്കുന്ന ആ ഒരു വീട്ടിലേക്ക് വന്നു ചേരുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ അത് കുറഞ്ഞ പക്ഷം മിനിമം ഒരു 20 മിനിറ്റെങ്കിലും തെളിയിച്ചു വച്ചേക്കണം. വിളക്ക് അണയ്ക്കുന്നതിന് തൊട്ടു മുൻപ് കിണ്ടിയിലെ ജലത്തിൽ നിന്ന് ആ ഒരു നാവിൽ നിന്ന് കുറച്ച് ജലമെടുത്ത് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ശിരസിൽ തളിക്കുകയും ചെയ്യാം. ശേഷം ഒരു പൂവെടുത്ത് തട്ടത്തിൽ പൂക്കൾ വച്ച് അലങ്കരിച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഒരു പൂവെടുത്ത് മെല്ലെ നമുക്ക് വിളക്ക് കെടുത്താവുന്നതാണ്, അണയ്ക്കാവുന്നതാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഒരു കാരണവശാലും തുളസിയില എടുത്ത് വിളക്ക് കെടുത്താൻ ഉപയോഗിക്കരുത്. തുളസിയില അഗ്നിയിൽ തൊടരുത് എന്നാണ് പ്രമാണം. അപ്പോൾ ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൈവീശി അണയ്ക്കാൻ പാടില്ല, ഊതിക്കെടുത്താൻ പാടില്ല വിളക്ക് എന്നുള്ളത്. അപ്പോൾ നമ്മൾ തുളസിയില വെച്ചാണ് ആ ഒരു ദീപം അല്ലെങ്കിൽ നിലവിളക്ക് അലങ്കരിച്ചതെങ്കിൽ ആ തുളസിയില ഉപയോഗിച്ച് നിലവിളക്ക് അണയ്ക്കുന്നത് കാണുന്നുണ്ട്. അറിയാതെ പോലും ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത്. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കുക. ഭഗവാനോട് അതിന് മാപ്പ് പറയുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തുളസിയില വിളക്കണയ്ക്കാനായിട്ട് ഉപയോഗിക്കരുത്. ഇനി നമ്മുടെ ഈ ഒരു കിണ്ടിയിലുള്ള ആ ഒരു ശേഷിച്ചിരിക്കുന്ന ജലമുണ്ടല്ലോ, അത് നമുക്ക് തുളസിത്തറയിൽ ഒഴിക്കാവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ച് തുടച്ചു കഴിഞ്ഞാൽ വീട്ടിൽ തളിക്കാവുന്നതാണ്, തീർത്ഥമായിട്ട് കുടിക്കാവുന്നതാണ്. ഇനി തുളസിത്തറയില്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് നല്ല ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. ഒരു കാരണവശാലും നമ്മൾ ഈ കിണ്ടിയിലെ ജലം ആരെങ്കിലും ചവിട്ടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള സ്ഥലത്തോ ഒന്നും തന്നെ ഒഴിക്കാനായിട്ട് പാടുള്ളതല്ല. അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ ഈ പറഞ്ഞതുപോലെ നിസ്സാരമായിട്ടുള്ള തെറ്റുകൾ വഴി കാരണമാകും എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും നിലവിളക്കിനടുത്തായിട്ട് കിണ്ടി വയ്ക്കുന്നത് അലങ്കാരത്തിനല്ല.
നമ്മുടെ വീട്ടിലേക്ക് എല്ലാ തരത്തിലുള്ള ഊർജവും കടന്നു വരാനായിട്ട്, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട്, പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹം ലഭിക്കാനായിട്ടാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ നിലവിളക്കിന് തൊട്ടടുത്തായിട്ട് കിണ്ടിയിൽ ജലം വച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ചിട്ടവട്ടങ്ങളൊക്കെയും പാലിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.